ആലിൻ സൂസൻ എബ്രഹാം 10 മാസം കൊണ്ട് തൻ്റെ ഓട്ടം ഓടി തികച്ച ഒരു കുഞ്ഞു പൈതലാണ്. തൻ്റെ അവയവങ്ങൾ 5 പേർക്ക് ദാനം ചെയ്ത് കേരളത്തിലെ മാലാഖ എന്ന അവൾ അറിയപ്പെടുകയും കേരള മനസ്സിലെയും മറ്റു മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ വലിയ ഒരു ഓർമ്മയായി സ്ഥാനം പിടിക്കുകയും ചെയ്തു. നിങ്ങളും ഞാനും ഒരു ഓട്ടക്കളത്തിലാണ്. നമ്മൾ ഓടുന്നതും സൃഷ്ടികർത്താവിൻ്റെ അടുത്തേക്കാണ്. അവിടെ നമ്മൾക്ക് കണക്കൊക്കെ ബോധിപ്പിക്കാനുണ്ട്. ഓട്ടം ഓടിയതിൻ്റെ കണക്ക് തീർക്കുന്നത് അവിടെയാണ്. എങ്ങനെ ഓടണം, ഏതാണ് ലക്ഷ്യം എന്ന് നാം ചിന്തിച്ച് തന്നെ ഓടേണ്ടിയത് ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:14 അത് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുന്നു, പിമ്പിലുള്ളത് മറന്ന് കളഞ്ഞെങ്കിൽ മാത്രമേ മുമ്പിലത്തേക്ക് ഓട്ടം തികയ്ക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം പിമ്പിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്. പൗലോസിന്റെ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങൾ പറയാനുണ്ട്. പൗലോസ് ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കാൻ അധികാരപത്രവുമായിട്ട് പോയവനാണ്. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ അവൻ്റെ എറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചവനാണ്. മറ്റൊന്ന്, താൻ ഒരു എബ്രായനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, യഹൂദനാണ്, റോമാ പൗരനാണ്, ഗമാലിയേലിൻ്റെ കാൽക്കീഴിൽ പഠിച്ചവനാണ്. അങ്ങനെ തനിക്ക് പ്രശംസിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. തൻ്റെ പ്രശംസിക്കുന്ന കാര്യങ്ങളും തൻ്റെ പരാജയങ്ങളും എല്ലാം തന്നെ മറന്ന് മുമ്പിലോട്ട് താൻ ഓടുകയാണ്. ലക്ഷ്യത്തിലെത്തണം, പൂർത്തീകരിക്കണം ഓട്ടം. അതുകൊണ്ടാണ് വിളിച്ചതാരാണ്? ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനാണ് ലാക്കിലേക്ക് ഓടുന്നത്. ദൈവം വിളിച്ചിരിക്കുന്നു. ആരിലൂടെ? ക്രിസ്തുവേശുവിലൂടെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിരുദ് പ്രാപിക്കണം, തോൽക്കാൻ പാടില്ല, വിജയിക്കണം. മുമ്പിലുള്ള ധാരാളം പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെയൊക്കെ നേരിട്ട് മുമ്പോട്ട് പോയി ഓട്ടം തികയ്ക്കണം. അതാണ് പൗലോസിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പുറകിലുള്ളതെല്ലാം താൻ ചപ്പന്നും ചവറന്നും എണ്ണി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. മുമ്പിൽ ഓട്ടം ഓടി തികയ്ക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന് പൗലോസ് പറയുന്നു. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ക്രിസ്തുവേശുവിനാൽ നാം പിടിക്കപ്പെട്ടിരിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഓട്ടം ഓടി തികയ്ക്കുവാൻ നാം ചെയ്യേണ്ടത് പുറകിലുള്ളത് മറന്നു കളയുക. ആരെങ്കിലുമൊക്കെ നമ്മളെ വിമർശിക്കത്തക്ക വിധത്തിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ടോ? അതിനെ ക്രിസ്തുവേശുവിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചവയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് മനപ്രയാസപ്പെടേണ്ട. അല്ല, നമുക്ക് പ്രശംസിക്കാൻ ധാരാളം കുടുംബവും പാരമ്പര്യവും നമുക്കൊത്തിരി പറഞ്ഞു തീർക്കാനുണ്ടോ? അതും നാം ശ്രദ്ധിക്കേണ്ട. മുമ്പിലുള്ള ഓട്ടം ഓടി തികയ്ക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ ഓടുക. ഓട്ടക്കളത്തിൽ ഓടുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ വിരുദ് പ്രാപിക്കത്തക്ക വിധത്തിൽ നാം ഓടുക. അതുകൊണ്ട് കർത്താവിൽ നാം സന്തോഷത്തോടെ ഓട്ടമോടി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാം.